ഉള്ളിവടയ്ക്ക് സവോള, കടലമാവ്, കറിവേപ്പില, മുളക് പൊടി, ഉപ്പ്, വാട്ടർ. ആദ്യം തന്നെ സവോള ഈ ബൗളിലേക്ക് നേർങ്ങനെയായിട്ട് അരിഞ്ഞത് ഇടുക. അതിന് ശേഷം കടലമാവ്, കറിവേപ്പില ആവശ്യത്തിന് ഇട്ടാൽ, പിന്നെ മുളക് പൊടിയൊക്കെ ആവശ്യത്തിന് ഇട്ടാൽ മതി, എരിവിനനുസരിച്ചിട്ട്. എന്നിട്ട് കുറച്ച് ഉപ്പ്, അതും ആവശ്യത്തിന് കുറച്ച് ഉപ്പ്. ആദ്യം തന്നെ എല്ലാം ഇങ്ങനെ കടലമാവ് എല്ലാ സാധനവും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ ഏകദേശം ഒരു സവോളയൊക്കെ എടുത്തത്, അപ്പോൾ അതിന് കണക്കായിട്ടുള്ള ഉള്ളി ഞാനിതിൽ മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു പരുവം നമ്മളെ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന പരുവത്തിൻ്റെ രീതിയിലാണ് എടുക്കേണ്ടത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കൈനെ കൊണ്ട് തന്നെ മിക്സ് ചെയ്താൽ മതി. ഇങ്ങനെ പ്രസ് ചെയ്ത് സവോള കുറച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് അതിൻ്റെ വെള്ളം വരുന്ന രീതിയിൽ വേണം പ്രസ് ചെയ്യാൻ. അങ്ങനെ പ്രസ് ചെയ്ത് മിക്സ് ചെയ്ത് ഈ രൂപത്തിൽ കിട്ടും. എന്നിട്ട് നമ്മൾ സ്റ്റൗ ഓണാക്കിയിട്ട് അതിൽ നോൺ സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ ചൂടായതിന് ശേഷം ഓയിൽ ഒഴിക്കുക. വെളിച്ചെണ്ണ ഞാൻ എടുക്കുന്നത്. നല്ല വെളിച്ചെണ്ണയിൽ ചുടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ വെളിച്ചെണ്ണ എടുത്ത് അത് ചൂടായതിന് ശേഷം ചൂടായതിന് ശേഷം നമ്മുടെ ഈ മിക്സ് സവോള, ചിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ണൂർ സൈഡൊക്കെ ചെറിയ ചെറിയ ഇതായിട്ടാണ് ഇടുക. ചെറിയ ചെറിയ കൂട്ടായിട്ട് ചെറിയ ഉള്ളിവടകളായിരിക്കും. പക്ഷേ ഇങ്ങോട്ടൊക്കെ കാണുന്ന തൃശ്ശൂർ സൈഡ് അങ്ങോട്ടൊക്കെ കാണുന്ന വലിയ ഉള്ളിവടകൾ, അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക. ഞാനിപ്പോൾ ചെറിയ ഇത് വെച്ചാണ് ഒരു മൂന്ന് ഉള്ളിവടക്കില്ലതാണ് ഇടുന്നത്. എന്നിട്ട് നന്നായിട്ട് നമ്മളെ കയ്യിൽ ആവശ്യത്തിനെടുത്തിട്ട് നന്നായിട്ട് എണ്ണയിൽ ഇടുക. ആവട്ടെ, ആവശ്യത്തിനെടുത്തിട്ട് നന്നായിട്ട് ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ തീ വെക്കാൻ വേണ്ടിയിട്ട്. ഇത് നന്നായിട്ട് തിളച്ച എണ്ണയിലിട്ട് കണ്ട നല്ല രീതിയിലാവുന്നുണ്ട്. ആയി വരുമ്പം മറിച്ചിടുക. കുറച്ചുകൂടി ആയിട്ട് മറിച്ചിടുക. അപ്പോൾ ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ മറിച്ചിടുക. കുറച്ചായിക്കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിടുമ്പോൾ വേഗം കിട്ടുള്ളൂ. അങ്ങനെ ഇട്ടിട്ട് എൻ്റെ ഇത് കിട്ടുന്നില്ല, മേൽക്കൊക്കെ വീഴുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ മറിച്ചിട്ട് നല്ല രീതിയിലാവട്ടെ. ഇതിപ്പം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ടോ, മറ്റേ സൈഡും ആവുന്നുണ്ട്. ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊരു നല്ല ഗോൾഡൻ കളറും കൂടി കഴിഞ്ഞ് കുറച്ചുകൂടി ഡാർക്കായിട്ട് വേണം എടുക്കാൻ. അപ്പോൾ അതിൻ്റെ ഒരു ക്രിസ്പി ഒരു ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. ഉള്ളിവടേൻ്റെ യഥാർത്ഥ ടേസ്റ്റ്. ഇടയ്ക്കിടയ്ക്കൊന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിലായിക്കോളും. ഏകദേശം ആവാനായി. കുറച്ചുകൂടി ഒന്നായതിന് ശേഷം എടുക്കാം നമുക്ക്. വൈകുന്നേരങ്ങളിലൊക്കെ കട്ടൻ ചായയും ഈ ഉള്ളിവടയൊക്കെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ്. ഉള്ളിവടയാണ് വെറും സിമ്പിളാണ് ആക്കാൻ വേണ്ടിയിട്ട്. ആകെ ഒരു 3-4 ചേരുവയും അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക ആയി, അത്രയേ ഉള്ളൂ. കുറച്ച് എണ്ണയും വേണം. ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ വെറുതെ ഗസ്റ്റൊക്കെ വരുന്നുണ്ട് സിമ്പിളായിട്ട് ആക്കാൻ പറ്റുന്നത്. ലാസ്റ്റ് ഞാനിത് ഗാർണിഷ് ചെയ്യാന്ന് സിമ്പിളായിട്ട് കുറച്ച് സബോളയും